ഹരിയാനയിൽ വോട്ട് കൊള്ളയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നുണ്ട്. പ്രതിഷേധം പോലീസ് തടഞ്ഞു. പി ആർ അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. പി ആർ അരവിന്ദ്, ഹരിയാനയിൽ വോട്ട് കൊള്ളയിൽ പ്രതിഷേധിച്ചാണ് ഡൽഹിയിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. ആ മാർച്ച് ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? സംഘർഷഭരിതമാണോ? മറ്റു വിശദാംശങ്ങൾ? ഹരിയാന വോട്ട് കൊള്ളയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ട് കൊള്ള തുറന്നു കാട്ടിച്ചത്. അദ്ദേഹം തെളിവുകളടക്കം നിരത്തി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെ രാജ്യവ്യാപകമായി ഈ വിഷയം വരുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തുടരുകയാണ്. തങ്ങൾക്ക് നീതി ലഭിക്കണം. കാരണം ഒരു സംസ്ഥാനത്തെ തന്നെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന രീതിയിലാണ് ഈ देखिए, वोट चोरी हो रही है. राहुल जी ने सबूतों के साथ बता दिया है. एक ब्राजीलियन मॉडल से 22 बार वोट डलवाए हैं नरेंद्र मोदी ने. इसका मतलब इलेक्शन कमिश्नर इतनी बड़ी धांधली हो रही थी, सोया था या इस धांधली में मिला हुआ था. इलेक्शन कमिश्नर ने अपनी आत्मा बेचकर देश के लोकतंत्र को खत्म करने की कोशिश कर रहे हैं. उसके खिलाफ हम प्रोटेस्ट कर रहे हैं और ये सहेंगे नहीं. രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ അതുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. അവർ പറയുന്നത് ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും മോഷ്ടിക്കുകയാണ് BJP നടത്തിയിരിക്കുന്നത്. അത് പല വഴികളിലൂടെ BJP നടത്തി. അത്തരം വഴികൾ പൂർണ്ണമായും ഒഴിവാക്കണം. കാരണം രാജ്യത്തെ ഭരണഘടനയും ജനാധിപത്യത്തെയും പൂർണ്ണമായും തകർക്കുന്ന ഒന്ന് തന്നെ എന്നതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരടക്കം ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ്. പോലീസ് ഓഫീസിന് ഡൽഹിയിലെ യൂത്ത് കോൺഗ്രസ് ഓഫീസിന് പുറത്തേക്ക് മാർച്ച് എത്തിയപ്പോൾ തന്നെ ഈ സമരം ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ തടയുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. ഒരു പ്രതീകാത്മക ശവമഞ്ചിലെല്ലാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിന് വേണ്ടി കൊണ്ടുവന്നിരുന്നു. പക്ഷേ ആ ശവമഞ്ചിലെല്ലാം പോലീസ് പിടിച്ചുമാറ്റി തകർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇത് ഇവിടെ അവസാനിക്കുന്ന പ്രതിഷേധമല്ല. വരും ദിവസങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ഒരു മറുപടി നൽകിയിട്ടില്ല. ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെ ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുകയാണ്.